അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് വടക്കൻ കേരളത്തിലേക്ക് അല്ലെ? അതെ, സിനോജ് നമുക്ക് എന്തൊക്കെ വിവരങ്ങളും വാർത്തകളും നമുക്ക് വേണ്ടി കാത്തി വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. എന്തായാലും സിനോജ്, ഗുഡ് മോർണിംഗ്. റോഷനി, ഗുഡ് മോർണിംഗ്. യെസ്, സിനോജ് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലാണല്ലേ, കാഷ്വാലിറ്റിയുടെ മുമ്പിൽ? അതെ, ഞാൻ മെഡിക്കൽ കോളേജിലെ പഴയ കാഷ്വാലിറ്റിക്ക് മുൻപിലാണ് ഉള്ളത്. 2 ദിവസമായിട്ട് പുകയാണല്ലോ വിഷയം. ആരോഗ്യമന്ത്രി വന്നപ്പോൾ പറഞ്ഞിരുന്നു പഴയ കാഷ്വാലിറ്റി പ്രവർത്തനം ഇന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മൊത്തത്തിൽ ഒരു പുകയായല്ലോ. അപ്പോൾ ഈ അപകടത്തിലൊക്കെ ഒരു മെഡിക്കൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സംഘത്തെ ഇന്നലെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അല്ലേ സിനോജ്? മാത്രമല്ല ഈ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ഒരു വിശദമായ പരിശോധനയൊക്കെ ഇന്നും തുടരും. അപ്പം മൊത്തത്തിൽ ഒരു അന്തിമ റിപ്പോർട്ടും ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ സിനോജ്? അവെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നു. അതിനേക്കാൾ നമുക്കറിയേണ്ടത് ആളുകളെ, രോഗികളെ ബാധിക്കുന്ന വിഷയത്തിൽ എന്ത് അപ്ഡേഷൻ വന്നുവെന്നാണ്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പഴയ കാഷ്വാലിറ്റിക്ക് മുൻപിലാണ്. പഴയ കാഷ്വാലിറ്റി ഭാഗികമായി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വന്ന സമയത്ത് ആംബുലൻസുകൾ വരുന്നുണ്ട്, രോഗികളെ ഇറക്കുന്നുണ്ട്. അതായത് രോഗികളുടെ അവരുടെ ആരോഗ്യാവസ്ഥ നോക്കിയിട്ട് ഗുരുതരാവസ്ഥയിലാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നൽകി നേരെ ബീച്ച് ആശുപത്രിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ബീച്ച് ആശുപത്രിയിലാണ് താൽക്കാലികമായിട്ട് മെഡിക്കൽ കോളേജിന് കാഷ്വാലിറ്റി പ്രവർത്തനം കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും സ്റ്റാഫ് ഉൾപ്പെടെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെയാണ് കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ച് 2 വർഷം മുൻപ് പൂട്ടിപ്പോയ കാഷ്വാലിറ്റിയാണ്. ഇവിടെ അടിയന്തരമായി ഇന്നലെ സജ്ജീകരണങ്ങൾ ഒരുക്കി, സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഈ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആ രോഗികൾ വന്നു കഴിഞ്ഞാൽ ഗുരുതരാവസ്ഥയിലാണെങ്കിൽ ബീച്ചിലേക്ക് വിടും, അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ മറ്റു വാർഡുകളിലേക്ക് അവരുടെ ആരോഗ്യസ്ഥിതി നോക്കി ഷിഫ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ മന്ത്രി വന്ന സമയത്ത് പറഞ്ഞിരുന്നു അടിയന്തരമായി പഴയ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നത് തുടങ്ങിയിരിക്കുന്നു. മറ്റ് പുക കണ്ട കാഷ്വാലിറ്റിയിലെ പുതിയ കാഷ്വാലിറ്റിയിലെ അന്വേഷണങ്ങൾ ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ആംബുലൻസ് ഒക്കെ വന്നായിരുന്നു? രാത്രി വന്നിരുന്നു. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ബീച്ചിലേക്ക് പറഞ്ഞു. ഇവിടെ രാത്രിയിൽ ജോലിയെടുത്ത സുരക്ഷാ ജീവനക്കാരാണ്. ആംബുലൻസുകൾ വന്നിരുന്നു. സാധാരണ നേരത്തെ ഈ കാഷ്വാലിറ്റി വന്നവർക്ക് കാണാം ഇതേപോലെ സ്ട്രക്ചറുകളൊക്കെ തന്നെ പുറത്ത് ധാരാളം ഉണ്ടായിരുന്നതാണ്. അതേ രീതിയിലുള്ള പഴയ കാഴ്ചകളൊക്കെ തന്നെ പഴയ കാഷ്വാലിറ്റിയുടെ പുറത്തുണ്ട്. അങ്ങനെ പൂർണ്ണ സജ്ജമായി കാഷ്വാലിറ്റി പ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ ചോദിച്ചതുപോലെ നേരത്തെ സംഭവിച്ച, അതായത് പുതിയ കാഷ്വാലിറ്റിയിൽ സംഭവിച്ച പുകയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതങ്ങനെ സംഭവിച്ചു എന്ന്. കാരണം വാറണ്ടിയുള്ള ബാറ്ററി ആയിരുന്നു, UPS റൂമായിരുന്നു എന്ന് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. 2026 അടുത്ത വർഷം വരെ വാറണ്ടിയുള്ള UPS റൂമായിരുന്നു. അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അങ്ങനെ 6 മാസം കൂടുമ്പം പരിശോധന നടത്തുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന് അന്വേഷിക്കുകയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. അവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ഇനി വിശദമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ സുരക്ഷാ ഓഡിറ്റ് നടക്കുന്നുണ്ട്. കാരണം രക്ഷാപ്രവർത്തനം നടത്തിയവരൊക്കെ തന്നെ പറഞ്ഞിരുന്നു അവിടെയുള്ള ഫയർ എക്സിറ്റുകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയായിരുന്നു. തല്ലിപ്പൊട്ടിച്ചാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത്. കാഷ്വാലിറ്റിയുടെ പുറകിലുണ്ടായിരുന്ന റാമ്പിൽ ഉൾപ്പെടെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, വഴി മുടക്കി കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിൻ്റെ സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ തന്നെ ലഭിക്കാനുണ്ട്. അതോടൊപ്പം ഈ അപകടം ഉണ്ടായതിനു ശേഷം കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന രോഗികളെ 25 രോഗികളെ വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിരുന്നു. അവരൊക്കെ തന്നെ മടങ്ങി വരികയാണ് മെഡിക്കൽ കോളേജിലേക്ക്. അതിനിടയിലാണ് ഇന്നലെ രാത്രി ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയ പേരാമ്പ്ര സ്വദേശി വിശ്വനാഥൻ്റെ ഒരു ബില്ല് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നത്. 40,000 രൂപയുടെ ബില്ല് അടയ്ക്കാതെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യില്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. പിന്നീട് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇടപെടുന്നു. രാത്രിയോടുകൂടി വിശ്വനാഥനും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഇവിടെ നിന്ന് അന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് അടിയന്തരമായി നഗരത്തിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റേണ്ടി വന്ന രോഗികളെ ഘട്ടം ഘട്ടമായി മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു ചോദിക്കാൻ വരികയായിരുന്നു. അതായത് ഇന്നലെ ഇപ്പോൾ ഈ രാത്രി ഉണ്ടായ ആ ഒരു സംഭവം ഒരുപാട് പേര് അങ്ങനെ മാറ്റിയിട്ടുണ്ടാവല്ലോ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് അന്ന് ആ അപകടം ഉണ്ടായതിനു ശേഷം. അപ്പോൾ അതിനുശേഷം അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ബില്ലടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്നലത്തെ ഒരു സംഭവം അത് മാത്രമായിരിക്കില്ല, മറ്റു പലരും ഉണ്ടാവുമല്ലോ ഇത്തരത്തിൽ. അപ്പോൾ അവരുടെ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ഇപ്പം മന്ത്രി ആ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്ന് ശരി തന്നെ. പക്ഷേ അതുപോലെയുള്ള ആളുകളുടെ കാര്യത്തിൽ ഇനി തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ആ ബില്ല്, സ്വകാര്യ ആശുപത്രികളിൽ ബില്ല് അടയ്ക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? എന്താണ് ഇക്കാര്യത്തിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് ആരോഗ്യമന്ത്രി ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയ സമയത്ത് ഈ കാര്യത്തിൽ ഒരു വ്യക്തത തേടിയിരുന്നു. ആ സമയത്ത് മന്ത്രി ഈ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയില്ല. പകരം
സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റ് സംസാരിക്കും, ആ വിഷയം പരിഗണിക്കും എന്ന ഒരു പ്രതികരണമാണ് നൽകിയത്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ പരാതികൾ വരാതിരുന്നത്. അതായത് സർക്കാർ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകളുമായി സംസാരിച്ചിട്ടുണ്ടാവും, ബില്ല് ചോദിക്കരുത്, അതിന് സാവകാശമോ അല്ലെങ്കിൽ അവരുടെ CSR ഫണ്ടിൽ നിന്നോ അങ്ങനെ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് വഴിയോ ആ ബില്ല് ക്ലോസ് ചെയ്യാനുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആ രീതിയിൽ ചർച്ച നടക്കാത്തത് കൊണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല. ഏതായാലും അവിടെയാണ് പരാതി തുടക്കത്തിലെ ഉയർന്നത്. 40,000 രൂപ കഴിഞ്ഞ 24-ാം തീയതിയാണ് വിശ്വനാഥൻ അഡ്മിറ്റ് ആകുന്നത്. അതിനുശേഷമാണ് ഈ പുകയുണ്ടാവുകയും അദ്ദേഹത്തെ പെട്ടെന്ന് അവിടുത്തെ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സേവനങ്ങളിലേക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. ഡിസ്ചാർജ് ചെയ്യാൻ ഇന്നലെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു, ഡിസ്ചാർജ് ചെയ്ത് മടങ്ങി ഇവിടേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ബില്ല് ആശുപത്രി കൊടുക്കുന്നത്. അങ്ങനെ MK രാമൻ MP ഒക്കെ തന്നെ ഇടപെടുന്നു. പിന്നീട് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടാണ് അത് സെറ്റിൽ ചെയ്ത് അവരിവിടേക്ക് കൊണ്ടുവരുന്നത്. ഏതായാലും സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പരാതികൾ വരാത്തത്. സർക്കാർ നേരിട്ട് ഈ പണം നൽകിയിട്ടില്ലെങ്കിലും സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുമായി സംസാരിച്ച് ആ ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്. കാരണം 25 പേഷ്യൻസ് നഗരത്തിലെ വിവിധ ആശുപത്രികളിലേക്ക് പോയിരുന്നു. 12 പേഷ്യൻസ് മാത്രമാണ് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പോയിരുന്നത്. ഈ സ്വകാര്യ ആശുപത്രിയിൽ പോയ രോഗികളെ മുഴുവൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്യും. ഓക്കെ, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. യെസ്.